വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. ദിസ് ഇസ് ശ്രീ ടെക്സ്. അപ്പോൾ ഇതുപോലൊക്കെ ഇൻട്രോ പറഞ്ഞ് ഇതുപോലെ ഇരുന്നൊരു ഫാഷൻ കണ്ടന്റ് ചെയ്തിട്ട് കുറേ കാലമായി. ആൻഡ് ഇപ്പം എല്ലാവരും ഓൺലൈനിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് ഫോർ മെൻ. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ആജിയോ ഇതുപോലത്തെ സൈറ്റ്സാണ്. പക്ഷേ ഞാനെന്ന് പറയുന്നത് അതിനെക്കുറിച്ചല്ല, സ്പെസിഫിക് ആയിട്ടുള്ള ഓൺലൈൻ ബ്രാൻഡ്സിനെ കുറിച്ചാണ്. നമ്പർ 1 എന്ന് പറയുന്നത് സ്നിച്ചാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് സ്നിച്ച് നമ്മളെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇരിക്കുന്ന ഈ ഹുഡീസ് പോലും സ്നിച്ചിങ് ആണ്. സോ ക്വാളിറ്റി എന്ന് പറയുന്നത് സുപ്രീം ക്വാളിറ്റിയാണ്. ഞാൻ വെൽ സാറ്റിസ്ഫൈഡ് ആണ് ഇതിനകത്ത്. അതുപോലെ തന്നെ അതിലിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് പീസസ് ആയിരുന്നെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ അറിയാം എത്രത്തോളം എലഗൻറ്റും അതുപോലെ തന്നെ ബേസിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ള ബെസ്റ്റ് ഒരു ബ്രാൻഡാണ് സ്നിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കുറവൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, കറന്റ്ലി ഇപ്പോൾ സ്നിച്ച് ഒരു ട്രെൻഡ് ഫോളോയിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഐറ്റംസ് ഒന്നും ഞാനതിൽ കണ്ടിട്ടില്ല. ഇപ്പോൾ കൂടുതലായിട്ട് ഈ പ്രിന്റിങ് ഷർട്ടസ്, പ്രിന്റിങ് ക്ലോത്തിങ്സ് അങ്ങനത്തെയാണ് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ അത്ര പ്രിന്റഡ് ഷർട്ട്സിൻ്റെ ഒരു ഫാനല്ല. പക്ഷേ നിങ്ങൾക്ക് പ്രിന്റഡ് ഷർട്ട്സ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് നമ്പർ 2, നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അത് വലിയ ബ്രാൻഡാണ്, അത് ഒരുപാട് കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞ് നമ്മൾ മിസ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് H&M. H&M എന്ന് പറയുന്നത് ഒരു പ്രീമിയം ബ്രാൻഡാണ്. മാത്രമല്ല അതിൽ കിട്ടുന്ന ഓഫർ വേറെ എവിടെയും കിട്ടത്തില്ല. എസ്പെഷ്യലി ലേഡീസിനാണെന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മേടിക്കാൻ പറ്റും. ജെൻസിനും അതുപോലെ തന്നെ മേടിക്കാൻ പറ്റും. വൈറ്റ് ടീഷർട്ട്സ് ആയാലും, ഹുഡീസ് ആയാലും, ട്രെൻഡിങ് ഷർട്ട്സ് ആയാലും, ഫ്ലാൻസ് ആയാലും ഒക്കെ നല്ല ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് H&M എന്ന് മാത്രം. പിന്നെ H&Mന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു പ്രീമിയം ബ്രാൻഡാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് തീർച്ചയായിട്ടും അതിനുണ്ടാവും. ക്വാളിറ്റി പേടിച്ച് നിങ്ങൾ H&M അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ബഡ്ജറ്റ് പേടിച്ചും നിങ്ങൾ H&M അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ മച്ച് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഫോർ കറന്റ്ലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് സെയിൽ തന്നെ അടിപൊളി ഓഫേഴ്സ് അതിനകത്ത്. സോ H&M ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗ്രോൺ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ് ഡെസി മിനിമൽസ്. ഡെസി മിനിമൽസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടി ബേസിക്സിൽ, എന്നെ പോലെ ബേസിക്സിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടും അതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലോത്തിങ് പർച്ചേസ് ചെയ്യാൻ പറ്റിയുള്ള നല്ലൊരു ഓപ്ഷനാണ് ഡെസി മിനിമൽസ് എന്ന് പറയുന്നത്. നമ്പർ 4, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പച്ച പിടിച്ച് വരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം, യൂണിക്ലോ എന്ന് പറയുന്ന ബ്രാൻഡ്. നിങ്ങൾ ഈ ബ്രാൻഡ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിന് നല്ല ക്ലോത്തിങ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഓൾഡ് മണി എസ്തെറ്റിക് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും അതുപോലെ തന്നെ ഒരു ക്ലീൻ ബോയ് എസ്തെറ്റിക് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. മാത്രമല്ല അതിനും അപ്പുറം നല്ല നല്ല കളക്ഷൻസ് ഉള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് കിട്ടുന്ന ഒരു ബ്രാൻഡാണ് യൂണിക്ലോ എന്ന് പറയുന്നത്. പ്രൈസ് നമുക്ക് ചിലപ്പം ഒരു ഓവർ പ്രൈസ്ഡ് പോലെ തോന്നാം, പക്ഷേ വീക്കെൻഡ്സിലും അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺസിലും ഒക്കെ നല്ല രീതിയിൽ ഓഫ് കിട്ടുന്ന നല്ലൊരു ബ്രാൻഡാണ് യൂണിക്ലോ. നമ്പർ 5, സെൻസസ് ഇന്ത്യ. സെൻസസ് ഇന്ത്യ ഇതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗ്രോൺ ചെയ്തിട്ടുള്ള നല്ലൊരു ബ്രാൻഡ്. ഫോർമൽ ലുക്സ്, ഓഫീസ് വിയേഴ്സ് അങ്ങനത്തെ ഇതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞ പോലെ ഓൾഡ് മണിയിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ്. ആൻഡ് ഫൈനലി മുവാസോ. മുവാസോ എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സൈറ്റിങ്, കോൺട്രാസ്റ്റ് ഉള്ള കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് മുവാസോ എന്ന് പറയുന്നത്. ആൻഡ് മുവാസോനകത്ത് നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കളക്ഷൻ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ബ്രാൻഡ്സ് എന്ന് പറയാം. ആൻഡ് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഇതിലെ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് സ്നിച്ചും H&M തന്നെയാണ്. ആൻഡ് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ കമൻറ്റും എനിക്ക് എപ്പോഴും ഇൻസ്പയർ ആണ്. അടുത്തൊരു ഫാഷൻ കണ്ടന്റ് ഓർ കൊച്ചി ഡയറീസുമായിട്ട് വീണ്ടും